നമുക്ക് അസൂയ തോന്നുന്ന രീതിയിൽ ജീവിക്കുന്ന ചിലരെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? പിന്നീട് നമ്മളറിയും അവർക്ക് വിഷാദ രോഗമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വിഷാദ രോഗവും വിഷാദമായ അവസ്ഥയും രണ്ടും രണ്ടാട്ടോ. രോഗം എന്ന് പറയുന്നത് അത് ചികിത്സിച്ച് ഭേദമാക്കണം. വിഷാദമാകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും തന്നെ, മിക്കവർക്കും തന്നെ ഉള്ളതാണ്. ഏതെങ്കിലും ഒരു നിമിഷം ഇങ്ങനെ വേറെ ഒരു ചിന്തയിലിരിക്കുന്നു, ഒരു മൂഡ് ചേഞ്ച് ആയിട്ടിരിക്കുന്ന ഒരു സമയം ഇല്ലേ? അങ്ങനെ ഒരു അവസ്ഥ എല്ലാവർക്കും തന്നെ ഉള്ള ഒരവസ്ഥയാണ്. അപ്പം ഈ നമ്മൾ ചിലരെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് ചോദിക്കും, ഒന്നൊരു മൂഡില്ല എന്ന് പറയും. ചിലരോട് ചോദിക്കും, പറയാം അയാൾക്ക് നല്ല മൂഡാണെന്ന് തോന്നുന്നു, അയാളുടെ പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് നല്ല മൂഡിൽ അയാളെ കാര്യങ്ങളൊക്കെ ചെയ്യണേ, അങ്ങനെയും നമ്മൾ പറയാറില്ലേ? അപ്പം ഇങ്ങനെ ഇത് രോഗമായിട്ട് ആത്മഹത്യ പോലുള്ളത് ചെന്ന് ചാടുന്നുണ്ട്. ഇത് സന്തോഷം തരുന്നതുണ്ട്, അതുപോലെ ദുഃഖം തരുന്നതുമുണ്ട്. വേറെ ഒരു മാനസികമായ ഒരു പിരിമുറുക്കം അനുഭവിക്കുന്ന രീതിയിലുള്ളതും ഉണ്ട് വിഷാദം. അപ്പം വിഷാദം രോഗമാകാണ്ട് നമ്മൾ നോക്കിയാൽ മാത്രം മതി. രോഗമാണെങ്കിൽ അതിന് ചികിത്സ തന്നെ ചേടണം. ഈ വിഷാദ രോഗമുള്ളവർ എന്നെ പറ്റുന്നതെന്ന് അറിയാം, വിഷാദത്തിന്റെ അവസ്ഥയുള്ളവര് അവർ സ്വയം അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതായത് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്കത് സാധിക്കില്ല, മറ്റുള്ളവർക്കെല്ലാം ഉണ്ട്, എനിക്കതൊന്നും ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്വന്തം അവനവനെ തന്നെ കുത്തി നോവിക്കുന്നവരായിരിക്കും. ഇപ്പൊ അവർ നന്നായിട്ടൊരു സ്റ്റേജിൽ കയറി പാട്ട് പാടിയെന്ന് വെച്ചു, അപ്പൊ എല്ലാവരും അവരോട് പറയാം, ഓ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടിയിട്ടോ, നല്ല രസമായിരുന്നു നിങ്ങളുടെ പാട്ട് കേൾക്കാൻ എന്ന് പറഞ്ഞാൽ ഇവർ പറയും, ഓ എന്റെ പാട്ടിന്റെ ഗുണമൊന്നുമല്ല, അതൊരു മ്യൂസിക് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, അത് നന്നായിട്ട് കേട്ടതല്ലാണ്ട് ഞാൻ പാടിയതിന്റെ ഒന്നും അല്ല എന്നിങ്ങനെ പറയും. അപ്പൊ നമ്മളവർക്ക് വലിയ എളിമ കൊണ്ട് പറയണമായിരിക്കും ഇവരെന്ന്. പക്ഷെ ഇവർക്കിടെ മനസ്സിൽ ഒരിക്കലും ഒരു തൃപ്തി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇവരെപ്പോഴും ഇവരുടെ നെഗറ്റീവ് വശം മാത്രം, ഒരു ഉള്ളിന്റെ ഉള്ളിലെ നെഗറ്റീവ് വശമേ കാണുള്ളൂ. അതേപോലെ ഇവരിങ്ങനെ ഉള്ള വിഷാദമായിട്ടുള്ള കഥകൾ മാത്രമേ എപ്പോഴും കേൾക്കുകയും കാണുകയും ചെയ്യുള്ളൂ. സിനിമ കാണുവാണെങ്കിലും പാട്ട് കേൾക്കുവാണെങ്കിലും ഇവർ ഈ ദുഃഖകരമായ പാട്ടുകൾ കേൾക്കാനായിരിക്കും അവർക്ക്. സിനിമ പാട്ടൊക്കെ കേൾക്കുവാണെങ്കിൽ തന്നെ ഈ വിഷാദമായ ഗാനങ്ങൾ കേൾക്കാനൊക്കെ ആയിരിക്കും ഇവർക്ക് ഇഷ്ടം. സിനിമ കാണുന്നതും ഇവരിങ്ങനെയുള്ള സിനിമകളായിരിക്കും അധികവും കാണുന്നത്. അതേപോലെ സംസാരിക്കുന്നതും ഇങ്ങനെയുള്ള എന്നെ കൊണ്ട് കൊള്ളില്ല അല്ലെ മറ്റുള്ളവർ, അത് തന്നെയല്ല ഇവർക്ക് മറ്റുള്ളവരെ മനസ്സ് വായിക്കാൻ ഭയങ്കര കഴിവാട്ടോ. എന്നെക്കുറിച്ച് ഇന്നതാ ചിന്തിച്ച് അവരിന്നതാ ചിന്തിച്ചെന്നൊക്കെ ഇവർ പറയും. ഒരു ബന്ധവും കാണില്ല, എന്നാലും ഇവർ പറയും അവരങ്ങനെ അസൂയുണ്ട് എന്നോട്, അവർക്ക് ഇന്നത അസൂയുണ്ട്, അവർക്ക് മറ്റുള്ളവർ നന്നാവണ ഇഷ്ടമല്ല. ഇവരങ്ങ് തീരുമാനിച്ചു വെക്കുകയാണ് മറ്റുള്ളവരുടെ മനസ്സെന്താന്ന്. അങ്ങനെയുള്ള ചിന്താഗതിക്കാരും കൂടെ ആയിരിക്കും ഇവര്. അതേപോലെ മറ്റുള്ളവരെ കുറിച്ച് എന്ത് പറയാൻ ഇവർക്കൊരു മടിയൊന്നും കാണില്ല. മോശമായിട്ട് ഇവർ നല്ലതൊന്നും പറയത്തൊന്നുമില്ല കേട്ടോ. മോശമായിട്ടായിരിക്കും ഇവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. ഒരു നല്ല കാര്യം അവർക്ക് പറയാൻ അവരുടെ മനസ്സിൽ തോന്നില്ല. എന്നാൽ ഈ മൂഡ് ചേഞ്ച് ആയിട്ട് നല്ല ആക്റ്റീവായിട്ട് നടക്കുന്ന കുറെ പേരുണ്ട്. അവർക്ക് വിഷാദ രോഗമല്ല കേട്ടോ, വിഷാദത്തിന്റെ അവസ്ഥയല്ല, അവരാ മൂഡ് ചേഞ്ചിന്റെ ഇത് വലുതാണ്. ഈ വിഷാദക്കാരാണ് ഇങ്ങനെ എല്ലാ നഷ്ടത്തിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിന്തയൊന്നും മാറ്റാൻ വേണ്ടി ഇവർക്ക് സാധിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കാരണം ഇവരിയ്ക്കുന്ന ഏത് അവസ്ഥയിലാണെന്ന് വെച്ചാൽ അവിടുന്ന് ഒന്ന് എണീറ്റ് പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രാണായാമം ചെയ്യുകയോ ശ്വാസം ഇങ്ങനെ എടുത്ത് വിടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒന്ന് ചേഞ്ച് വരുത്തിയാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് നോക്കിയിരിക്കുകയോ എന്തെങ്കിലും കാണുകയോ അല്ലെങ്കിൽ സന്തോഷമുള്ള ആരെങ്കിലും കൂട്ടുകാരുടെ കൂടെ കൂടുകയോ എന്നും പറഞ്ഞ് കൂട്ടുകാർ എൻ്റെ അടുത്തേക്ക് വന്നെന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവുകയോ അവരുമായിട്ടൊക്കെ കൂട്ടുകൂടിയിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതിൽ ചെറിയൊരു മാറ്റം സംഭവിക്കും. പക്ഷെ ഇവരനങ്ങില്ല. ഇവരുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒന്നിനും പറ്റത്തില്ല. ആ രീതിയിലായിരിക്കും ഇവരുടെ ഇരിപ്പ്. അതൊക്കെ ഒന്നങ്ങ് ചേഞ്ച് ചെയ്താൽ ഇവരുടെ ആ സ്വഭാവം അങ്ങ് മാറിപ്പോകും. പെട്ടെന്ന് ഒരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. ഇത് വിഷാദമുള്ളവർക്കുള്ള പ്രധാനം പെട്ടെന്ന് തന്നെ ഇവരുടെ സ്വഭാവം ചേഞ്ച് ആകും എന്നുള്ളതാണ്. അങ്ങനെയല്ല സ്വഭാവത്തിന്റെ കാര്യങ്ങൾ. ഈ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പെട്ടെന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്കൊക്കെ കയറി വരുമ്പോഴത്തേനും പെട്ടെന്ന് മാറിയിട്ട് കയറി ഇരിക്കുക വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ മനുഷ്യന്റെ സ്വഭാവമാണ് പെട്ടെന്ന് ഈ ഓന്തിന്റെ നിറം മാറും പോലെ പെട്ടെന്ന് സ്വഭാവം മാറാനും മനുഷ്യന് സാധിക്കും. അത് തന്നെയാണ് വിഷാദക്കാർക്കും പെട്ടെന്ന് അവരുടെ സ്വഭാവം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അവർ ആ സാഹചര്യത്തിൽ നിന്നൊന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവര് ഒരു ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പോൾ അവർക്ക് ഓക്കെ ആകും. പിന്നീട് അവർ ചിന്തിച്ചു കൂട്ടാണ്ടിരുന്നാൽ മതി. പിന്നെ ഇവര് ചുമ്മാ ഇരിക്കാതിരുന്നാൽ മതി. ഏത് സമയം ചുമ്മാ ഇരിക്കുമ്പോഴാണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്. അത് നടക്കാത്ത കാര്യങ്ങളാണ്. ഇവരുടെ മനസ്സ് തന്നെയാണ് ഇവരുടെ ശത്രു.
ഇവരാവശ്യമില്ലാത്തതിനെല്ലാം മനസ്സിലേക്ക് നടക്കില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ചിന്തിച്ചു കൂട്ടുന്നത്. അതായത് എന്നെന്നാ പറയണേ, എനിക്കത് വരുവോ 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 എന്നുള്ള ചിന്തകളിൽ കൂടെയാണ് ഇവരുടെ മനസ്സിൽ ഈ വിഷാദം കയറി കൂടുന്നത്. എനിക്ക് അങ്ങനെ സമയം, എനിക്ക് അസുഖം വന്ന് ഞാനിങ്ങനെ മരിച്ചു പോവോ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ വരുവോ, ഇതൊക്കെയാണ് ചിന്തിച്ചു കൂട്ടി. അല്ലെങ്കിൽ എന്നെ അവർ ഉപദ്രവിക്കുമോ, എന്നെ ഇട്ടുപോവോ എന്ന് വേണ്ട, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇവർക്ക് സങ്കടവും ദുഃഖവുമായിരിക്കും. അല്ലാണ്ട് നല്ലതൊന്നും ഇവരുടെ മനസ്സിലേക്ക് വരികയേയില്ല. അപ്പം ഈ സമയം ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി, ഇവർ രക്ഷപ്പെട്ടു പോകും. അതേപോലെ ചിലർ പറഞ്ഞെങ്കിൽ എനിക്ക് മാത്രമാണ് ഈ അവസ്ഥ, വേറെ ആർക്കും ഇല്ല, അവന് കണ്ടില്ലേ നല്ലത് വന്ന്. ഇതും ഒരു വിഷാദത്തിന്റെ ഭാഗമാണ്. എനിക്ക് സാധിക്കാത്തത് എന്നുള്ളത് മനസ്സ് തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ചെയ്യുക, പ്രാണായാമോ എന്തെങ്കിലും ചെയ്യുക, നല്ല കൂട്ടുകെട്ടുകളിൽ ചെന്ന് അകപ്പെടുക. ഇത് രോഗമാണെങ്കിൽ ചികിത്സിക്കണം. ഇത് വിഷാദം ഒത്തിരി കൂടി പോകുമ്പോഴാണ് ഈ ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് കയറുന്നത്. ചിലർ കണ്ട ഒരു 2-3 ഒരു പെണ്ണിനെ പ്രേമിച്ചു, അവൾ ഇട്ടിട്ട് പോയി, രണ്ടാമതൊരു പെണ്ണും കൂടെ പ്രേമിച്ച് കഴിയുമ്പോൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭയങ്കര നിരാശയിലേക്ക് പോകുന്ന ആൺപിള്ളേരും ഉണ്ട്, പെൺപിള്ളേരും ഉണ്ട്. അവർ എന്നാൽ അതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ആ പോയത് പോട്ടെ, ഇനി എനിക്ക് അതിലും നല്ലത് വരും, കാതുകുത്തിയാൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്നുള്ള ചിന്താഗതിയോടുകൂടി അതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ടല്ലേ, എനിക്ക് വിധിച്ചിട്ടില്ലാത്തതായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് യോജിച്ചതല്ലായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് അതിന് പോസിറ്റീവ് വശം കണ്ടാൽ ആ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കിതൊന്നും നടക്കില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, എനിക്കതിനുള്ള സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കതിന് കഴിവില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷാദത്തിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ചിന്താഗതികളെയൊക്കെ എടുത്തു കളയുക, നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് നിറച്ചു വെക്കുക. സന്തോഷകരമായ സമയങ്ങൾ, വിഷാദം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷകരമായ അനുഭവങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുക, നമ്മുടെ മനസ്സിനെ മാറ്റാൻ ശ്രമിക്കുക, നല്ല ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. ആ സമയത്തൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നേ. അല്ലാണ്ട് ഇതിനൊന്നും മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സ്വയം ഒന്ന് മാറാൻ ശ്രമിച്ചാൽ മാത്രം മതി. ഇത് ഒത്തിരി ഇതിലേക്കായി പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ വല്ല ചികിത്സയും ചെയ്താൽ മതി. ഇതൊക്കെ ശരിക്കും എന്നാ പറയണേ, ഈ പ്രാണായാമം ഒക്കെ ചെയ്താൽ മാറുമെന്ന് പറയുന്നത് കേൾക്കാം. അതൊക്കെ ഒന്ന് ചെയ്തു നോക്കി, ആ സാഹചര്യം നോക്കി ഇപ്പോഴും സന്തോഷം മനസ്സിലേക്ക് നിറച്ചു വെച്ച് നോക്കിക്കേ. എല്ലാവർക്കും ഇതൊക്കെ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് നിരാശയിൽ ആരും കിടക്കരുത്. വിഷാദരോഗത്തിനൊക്കെ അടിമപ്പെടാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഒത്തിരി ആയി കഴിയുമ്പോൾ ഇതൊരു പാടായി മാറും. അപ്പം നമുക്ക് കൊച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിനെ നിയന്ത്രിച്ചാൽ മതി. ഓക്കേ.